ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കില്ലേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള മോയ്സ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക. കേക്കിൻ്റെ ബേസ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതിനായിട്ട് 4 മുട്ട എടുക്കാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ബട്ടർ എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നല്ലൊരു ഫ്ലേവറാണ്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു മുട്ടയും എസൻസൊക്കെ എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കേക്ക് ജെല്ല് വേണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇടാണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഫോം ചെയ്യേണ്ട ഒരു സാധനമാണ് കേക്ക് ജെല്ല്. അപ്പോൾ അതൊരു ടീസ്പൂൺ എടുക്കാം. കൂടെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഹൈ സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കേക്ക് ജെല്ല് 4 മുട്ടക്കാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ എഗ്ഗ് കിട്ടും. നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഒരു 2 മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് അരിച്ചു മാറ്റാം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് ഒരു തവണ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ലോ സ്പീഡിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്ററോണ്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു ബാറ്ററാണ്, ലൂസി ബാറ്റർ അല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ 10 ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 35 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഐസിങ്ങിനായാലും അല്ലെങ്കിൽ വെറുതെ ടീ കേക്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ കേക്കിൻ്റെ ഞാൻ ഒന്ന് മൊഞ്ചാക്കുന്നുണ്ട്. ഒരു ലവ് ഷേപ്പിലുള്ള കട്ടർ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിടുക. എന്നിട്ട് ഇതാ കുറച്ചൊരു ചോക്ലേറ്റ് ഗനാഷ്, ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മേലിൽ ഒഴിച്ചിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി അതിൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊള്ളി ടേസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഐസിങ്ങിനായാലും എന്തിനായാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.